കുണ്ടുമൺ അനി വധക്കേസ് 6 പ്രതികൾക്ക് ജീവപര്യന്തം. കൊല്ലം 2015 ഫെബ്രുവരി 12 ചാത്തന്നൂർ ചിറക്കരയിൽ കാരങ്കോട് ചെറുവിള പുത്തൻ വീട്ടിൽ അനിൽകുമാർ എന്ന കുണ്ടുമൺ അനിയെ വെട്ടിക്കൊലപ്പെടുത്തുകയും സുഹൃത്ത് ഉളിയനാട് കണ്ണേറ്റ് ജിതിൻ ഭവനിൽ രാജേഷിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്ത കേസിലാണ് വിധി പറഞ്ഞത്. വിചാരണയ്ക്കിടെ 2 പ്രതികൾ ജീവനൊടുക്കുകയും ഒരാൾ രോഗം ബാധിച്ച് മരിക്കുകയും ചെയ്തിരുന്നു. 8 പ്രതികളെ കോടതി വിട്ടയക്കുകയും ചെയ്തു. 3-ാം പ്രതി നെടുങ്കോലം പൊയ്കയിൽ വീട്ടിൽ ലാലു, 4-ാം പ്രതി ചാത്തന്നൂർ കോഴിപ്പാട് വാടകയ്ക്ക് താമസിക്കുന്ന ഏറം പണ്ടാരത്തോപ്പ് വീട്ടിൽ രതീഷ്, 5-ാം പ്രതി കല്ലുവാതുക്കൽ വരിഞ്ഞ അടുതല മൂർത്തി ക്ഷേത്രത്തിന് സമീപം ചെരുവിള വീട്ടിൽ സാബു, 6-ാം പ്രതി കോഴിപ്പാട് രാജീവ് ഗാന്ധി കോളനിയിൽ രേഷ്മ ഭവനിൽ വിഷ്ണു, 7-ാം പ്രതി വരിഞ്ഞം സുന്ദരം മുക്ക് സൂര്യഭവനിൽ സുജിത്, 9-ാം പ്രതി കല്ലുവാതുക്കൽ വില്ലേജ് വരിഞ്ഞ ചാവരുകാവിന് സമീപം കാവൽ വീട്ടിൽ ഹണി എന്നിവരെയാണ് കൊല്ലം 5-ാം അഡീഷണൽ സെഷൻ കോടതി ജഡ്ജി ബിന്ദു സുധാകരൻ ശിക്ഷിച്ചത്. 1-ാം പ്രതി പ്രജു ഇപ്പോഴും ഒളിവിലാണ്. 1-ാം പ്രതി ചിറക്കര വില്ലേജിൽ മീനാട് വില്ലേജിൽ പ്രജുവിനെ വീട്ടിൽ കയറി കുണ്ടുമൺ ആനി വെട്ടി പരിക്കേൽപ്പിച്ചതിന്റെ വൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമായത്. വരിഞ്ഞം വയലിക്കട ക്ഷേത്രത്തിലെ ഉത്സവത്തിലെ നാടൻ പാട്ട് കേൾക്കാൻ എത്തിയതായിരുന്നു കുണ്ടുമൺ അനിയും രാജേഷും. ഉത്സവ സ്ഥലത്ത് പ്രതികൾ സംഘം ചേർന്ന് നിൽക്കുന്നത് കണ്ട് ആക്രമിക്കാൻ ആണെന്ന് മനസ്സിലാക്കിയ അനിയും രാജേഷും സ്കൂട്ടറിൽ മടങ്ങിപ്പോകാൻ ശ്രമിച്ചു. ഓട്ടോറിക്ഷയിൽ പിന്തുടർന്നെത്തിയ പ്രതികൾ തടഞ്ഞു നിർത്തി ആക്രമിക്കുകയായിരുന്നു. ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച കുണ്ടുമൺ അനിയെ പിന്തുടർന്നെത്തിയ കുളത്തിന് സമീപത്ത് വെച്ച് വെട്ടി പരിക്കേൽപ്പിച്ചു. അനിയുടെ ശരീരത്തിൽ 110 മുറിവുകൾ ഉണ്ടായിരുന്നു എന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. കേസിന്റെ വിചാരണ തുടങ്ങിയപ്പോൾ ആദ്യ ദിവസം കോടതിയിൽ ഹാജരായ 1-ാം പ്രതി പിന്നീട് ഒളിവിൽ പോയി. 2-ാം പ്രതി സേതു, 13-ാം പ്രതി വിനു, 17-ാം പ്രതി സന്തോഷ് എന്നിവരാണ് വിചാരണയ്ക്കിടെ മരിച്ചത്. ഈ കേസിൽ മുഴുവൻ 18 പ്രതികളായിരുന്നു ഉണ്ടായത്. ന്യൂസ് കേരളം 24 വേണ്ടി ചാരു. ന്യൂസ് ഡെസ്ക് കൊല്ലം.